പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളെ ഞാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങൾ എൻ്റേതാണ്. എന്തിനാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, നന്മ ഉണ്ടാകാൻ, നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും ദൈവകൃപ ഒഴുകണം, നമ്മുടെ മക്കളിൽ നിന്നും ദൈവസ്നേഹം ഒഴുകണം. അങ്ങനെ ദൈവകൃപയിൽ ജീവിക്കുന്നൊരു കുടുംബത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒഴുകും. അപ്പോൾ ആ സ്നേഹം ഒഴുകുന്ന കുടുംബത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരുമ്പോൾ ആ പ്രാർത്ഥന അനുഗ്രഹമായി മാറും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കണ്ടോ, ഇത് വലിയൊരു വാഗ്ദാനമാണ്. മക്കളില്ലാത്തവർ ചോദിക്കണം കർത്താവിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ ചോദിക്കുക. കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നു. വീടില്ലാത്തവർ ചോദിക്കട്ടെ, മനോഹരമായ വീട്, വാഹനം, ഉപജീവന മാർഗത്തിന് വഴിമുട്ടി നിൽക്കുന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിതാവ് എല്ലാം ചെയ്തു തരും. നിങ്ങളുടെ സങ്കടങ്ങൾ, വേദനകൾ, വിവാഹം നടക്കാതിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. പല വിധത്തിൽ കേസിൽ കുടുങ്ങി കിടക്കുന്നവർ പ്രാർത്ഥിക്കുക. വീടിൻ്റെ മേഖല എന്തെങ്കിലും തരത്തിൽ കേസോ അത് മറ്റേതെങ്കിലും തടസ്സങ്ങളുള്ളവർ പ്രാർത്ഥിക്കുക. പിതാവ് ഇന്ന് നിങ്ങൾക്ക് അത് സാധിച്ചു നൽകും. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.